നമുക്ക് അടുപ്പിന് 3 കല്ലുണ്ടാവും. അതായത് ഒരു ബിരിയാണി ചെമ്പ് വെക്കുകയാണെങ്കിൽ അത് വെറുതെ നിൽക്കില്ല, 3 കല്ലുണ്ടാവും. അതുപോലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമയും ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബവും അതുപോലെ തന്നെ വളരെ പ്രധാനമായി മുസ്ലിം ലീഗ് പ്രസ്ഥാനം അതങ്ങനെ തന്നെ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ഈ ഉമ്മത്തിന്റെ ശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് എങ്ങനെ തകർക്കാൻ ശ്രമിച്ചാലും ഒരു കാരണവശാലും നമ്മൾ അതിന് ആർക്കും കൂട്ടു നിൽക്കരുത്. പഴയ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം. കുറെ കാലം മുമ്പൊന്നുമല്ല, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഒരു പള്ളിയിൽ വെച്ച് ജുമാക്ക് ശേഷം ദാറുൽ ഹുദയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു മൗലവി, ഒരു ഹുദവി ഇതുപോലെ പ്രസംഗിക്കുന്നത്. മുസ്ലിം സമുദായത്തിന്റെ ശക്തി, ഉമ്മത്തിന്റെ കല്ലുകൾ, ഇത് അടുപ്പിന്റെ, അത് പാണക്കാട് കുടുംബവും സമസ്തയും പിന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനവും അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുകൂടി ഉസ്താദ് പറഞ്ഞു വെക്കുന്നുണ്ട്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മായിദയിലെ 3-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് പ്രകാരം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം, മുഫസ്സിരീങ്ങളെല്ലാം ഈ ആയത്തിനെ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത് ഹജ്ജത്തുൽ വദാഇന്റെ സമയത്താണ് എന്നാണ് ഞാൻ ഓർക്കുന്നത്. ആ സമയത്ത് അന്ത്യപ്രവാചകന് അവതരിച്ച ആയത്താണിത്. ഈ ആയത്ത് പറയുന്നത് അന്ത്യപ്രവാചകർ മുഹമ്മദ് നബിയിലൂടെ തന്നെ പരിശുദ്ധ ഇസ്ലാമിനെ അള്ളാഹു പരിപൂർണമാക്കി കൊടുത്തിരിക്കുന്നു എന്നാണ്. മുസ്ലിമായി ജീവിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ പിന്തുടരണം, ഒരു മുസ്ലിം എന്തെല്ലാം ചെയ്യണം, അവൻ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവന് വിലക്കപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം പ്രവാചകർ മുഹമ്മദ് നബിയിലൂടെ തന്നെ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്, പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതോടുകൂടി ഇസ്ലാം പരിപൂർണമായിട്ടുണ്ട്. പിന്നെ എവിടുന്നാണ് ഇസ്ലാമിന് ഒരു 3 കല്ലും ഉമ്മത്തിന്റെ ശക്തിയായ 3 കല്ലൊക്കെ ഉണ്ടാവുന്നത്? ദാറുൽ ഹുദയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന നദവി, പഠിപ്പിച്ചിറക്കുന്ന ഒരു ഹുദവി, ആ ഹുദവിയുടെ ഇസ്ലാമാണിത്. അതല്ലാതെ പ്രവാചകർ മുഹമ്മദ് നബിയും അതിനുശേഷം വന്നിട്ടുള്ള പണ്ഡിതന്മാരും ഒന്നും പഠിപ്പിച്ച ഇസ്ലാം അല്ല ഇത് എന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് ഉളുപ്പുണ്ട്. സമസ്തയെ പറയുന്നത് മനസ്സിലാക്കാം. സമസ്ത എന്ന് പറയുന്ന സംഘടന പ്രവർത്തിക്കുന്നത് ഇസ്ലാം ഒരു മതസംഘടന എന്ന നിലയിലാണ്. പക്ഷെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി പ്രവർത്തിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ എങ്ങനെയാണ് ഉമ്മത്തിന്റെ ശക്തിയായും ഇസ്ലാം സമുദായത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കല്ലായിട്ടൊക്കെ അവതരിപ്പിക്കാൻ കഴിയുന്നു? ആലോചിച്ച് നോക്കിക്ക്. ഇവിടെ കഴിഞ്ഞ ആഴ്ച CPIM തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദാറുൽ ഹുദയിലേക്ക് ഒരു മാർച്ച് നടന്നപ്പോ അത് ദാറുൽ ഹുദയിൽ നടക്കുന്ന അനധികൃത നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും വയല് നികത്തിയിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ CPIMന്റെ നേതൃത്വത്തിൽ തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെമ്മാട്ടെ ദാറുൽ ഹുദയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ആ സമയത്ത് ഇവിടുത്തെ ചില ആളുകളെല്ലാം പറഞ്ഞിരുന്നത് എന്താണ്? കണ്ടോ, CPIM സമുദായത്തിനെതിരെ തിരിയുന്നു എന്നായിരുന്നു. യഥാർത്ഥത്തിൽ ഇതുപോലുള്ള വിത്തുകളെയൊക്കെ, വിഷവിത്തുകളെയൊക്കെ പഠിപ്പിച്ചിറക്കുന്ന ദാറുൽ ഹുദയിലേക്ക് യഥാർത്ഥത്തിൽ മാർച്ച് നടത്തേണ്ടത് വിശ്വാസികളായ മനുഷ്യരാണ് എന്നതാണ് എന്റെ അഭിപ്രായം. കാരണം ഇതുപോലുള്ള ആളുകളല്ല അവിടെ നടക്കുന്നത്. ആര് പഠിപ്പിച്ച മതമാണിത്? മുസ്ലിം ലീഗ് പ്രസ്ഥാനവും സമസ്തയും ഒന്നും ഇല്ലെങ്കിൽ ഇസ്ലാം ആവില്ല, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശക്തി അതാണ്, ഉമ്മത്തിന്റെ ശക്തി അതാണ് എന്നൊക്കെ പറയാൻ പഠിപ്പിച്ചത് ആരാണ്? ഈ ഹുദവി ഇത് പറയുന്നത് ദാറുൽ ഹുദയിൽ നിന്ന് പഠിച്ചിറങ്ങിയത് കൊണ്ട് തന്നെയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ആലോചിച്ചു. RSS അമ്പലങ്ങളിൽ ശാഖ നടത്തുന്നതും മുസ്ലിം ലീഗിന്റെ ചില മൊല്ലമാർ ജുമാക്ക് ശേഷം പള്ളികളിൽ നിന്ന് ഇതുപോലെ തോന്നിയാസം പറയുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഇത് രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ തന്നെയാണ്. ഇസ്ലാമുമായിട്ട് ലീഗിന് എന്താ ബന്ധമൂല്യം നിങ്ങൾ പറയണം. ഒരു സമുദായത്തിന്റെ പേര് പറഞ്ഞ് കാട്ടുകള്ളന്മാരായി ലീഗ് നേതാക്കന്മാർ വിലസുന്നത് എന്ന് നമ്മൾ കാണുന്നില്ലേ? ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ പള്ളികളിൽ നിന്നടക്കം പിരിവ് നടത്തി പള്ള നടക്കുന്നവരുടെ പാർട്ടി ഇതല്ലേ ലീഗ്? ഈ ഉസ്താദ് മനസ്സിലാക്കണ്ടേ? ഇസ്ലാമിന്റെ കല്ലായിട്ടും ഉമ്മത്തിന്റെ ശക്തിയായിട്ടും ഒക്കെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ ഉയർത്തി കാണിക്കുമ്പോ, ഒരു രാഷ്ട്രീയ പാർട്ടിയെ പള്ളിയിൽ വെച്ച് പ്രൊമോട്ട് ചെയ്യുമ്പോ
ഈ ഉസ്താദ് മനസ്സിലാക്കണ്ടേ? പള്ളികളിലടക്കം കയറി മനുഷ്യരെ കൊന്നുകളഞ്ഞ പാർട്ടിയുടെ പേരാണ് മുസ്ലിം ലീഗ് എന്ന്. ഇത് തിരിച്ചറിയണ്ടേ? പലിശ വാങ്ങുന്നില്ലേ ലീഗ്? എത്ര ബാങ്കുകളിൽ ലീഗിന്റെ ഭരണസമിതിയുണ്ട്? ഈ ബാങ്കുകളെയൊക്കെ വെച്ചുകൊണ്ട് എത്രയധികം പണം ഇവർ കട്ടുമുടിക്കുന്നുണ്ട്, കൊള്ള നടത്തുന്നുണ്ട്. ഇവിടെ യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ് 5 കൊല്ലമായിട്ട് പുള്ളിക്കാരൻ തന്നെയാണ്. ഈ ഒരു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് എത്ര കോടികളാണ് സമ്പാദിച്ചത്? വില്ല പ്രൊജക്ടുകൾ തുടങ്ങാൻ മാത്രം പാകത്തിൽ. PK ഫിറോസ് പൈസ കിട്ടിയത് എവിടെ നിന്നാണ്? അപ്പൊ ഇങ്ങനെ സമുദായത്തിന്റെ പേര് പറഞ്ഞ് മനുഷ്യരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന ആളുകളെ, കട്ടുമുടിച്ച് ജീവിക്കുന്ന ആളുകളെയാണ് ഇസ്ലാമിന്റെ കല്ലായിട്ട് അവതരിപ്പിക്കുന്നത്. ദാറുൽ ഹുദയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു മൗലവി. എന്തായാലും കുറെ മുമ്പൊക്കെ ഈ പരിപാടി ലീഗുകാർ എടുക്കാറുണ്ടായിരുന്നു. ഈ മതം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്ന പരിപാടി. അടുത്ത കാലത്ത് അത് പരസ്യമായിട്ടൊന്നും കാണാറില്ലായിരുന്നു. പക്ഷെ ഈ കഴിഞ്ഞ ആഴ്ചയാണ്, വെള്ളിയാഴ്ച ജുമുഅക്ക് ഒരു ഉളുപ്പില്ലാതെ ഇതുപോലെ പ്രസംഗിക്കുന്നത്. അവിടെ ഇരിക്കുന്ന ആളുകളുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ നോക്കൂ, തരം കിട്ടുമ്പോഴൊക്കെ ഏത് വർഗീയവാദികളെയും കൂട്ടുപിടിക്കുന്ന ആളുകളല്ലേ ലീഗ്. കേരളത്തിലെ പ്രസിദ്ധമായ കോലി സഖ്യം നമുക്ക് മറക്കാൻ പറ്റുമോ? ബേപ്പൂരിലും വടകരയിലും ഒക്കെ പരീക്ഷിച്ചതല്ലേ അവർ? RSSന് നാരങ്ങ വെള്ളം കലക്കി കൊടുത്ത ആളുകളല്ലേ ഇവർ? ബാബരിപ്പള്ളി തകർത്ത കാലത്ത് കോൺഗ്രസിന് ഒത്താശ പാടിയവരല്ലേ ഇവർ? ഏത് കാലത്താണ് സമുദായത്തിന് വേണ്ടി ലീഗ് നിലകൊണ്ടിട്ടുള്ളത്? ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. എന്നിട്ടാണ് ഒരു ഉളുപ്പുമില്ലാതെ ജുമുഅക്ക് ശേഷം പള്ളിയിൽ വെച്ച് ഇതുപോലെ തോന്നിയാസം പറയുന്നത്.